ക്രിസ്തു ദൈവശാസ്ത്ര സംബന്ധിയായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിസോഡിന്റെ മറ്റൊരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൽ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 11:9 പ്രവാചകൻ പറയുന്ന ഒരു വാക്യാംശത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അവിടെ നാം വായിക്കുന്നു, ദൈവം മനുഷ്യനല്ല എന്ന് പറയുമ്പോൾ യെഹെസ്കേൽ 28:2 മനുഷ്യൻ ദൈവമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പരസ്പര വിരുദ്ധമായിരിക്കുന്ന രണ്ട് പ്രസ്താവനകളാണ് പ്രവാചകന്മാർ ഇവിടെ പറയുന്നത്. ഒന്ന്, ദൈവം മനുഷ്യനല്ല എന്ന് ഹോശേയ പറയുമ്പോൾ യെഹെസ്കേൽ പറയുകയാണ് മനുഷ്യൻ ദൈവമല്ല. അപ്പൊ ഇത് വാസ്തവത്തില് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരെ വിരൽ ചൂടുന്ന ഒരു വാക്യാംശമായിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെ ഈ പ്രഹേളിക നമുക്ക് പരിഹരിക്കാൻ സാധിക്കും? അത് അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. അപ്പൊ അവിടെയാണ് നമ്മളിതിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് മനുഷ്യ ശരീരത്തിന്റെ അവസ്ഥ, അതായത് മാംസരൂപത്തിൽ ദൈവം പ്രത്യക്ഷനാകുക എന്നുള്ളത് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് ഇവിടെ ഹോശേയ പറഞ്ഞിട്ടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിന് മനുഷ്യനാകാൻ സാധിക്കത്തില്ല എന്ന് ഹോശേയ ഇവിടെ പ്രഖ്യാപിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം പറയുന്നത് ദൈവം മനുഷ്യനല്ലെന്നാണ്. അത് ശരിയല്ലേ? ദൈവം മനുഷ്യനല്ല, ദൈവം ദൈവമാണ്. ഇപ്പൊ ദൈവത്തിന്റെ സാരാംശം ഉൾക്കൊള്ളുന്ന സ്വഭാവ സവിശേഷതകൾ നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പുള്ള പാഠങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ മനുഷ്യൻ എന്ന വ്യക്തിക്ക് ദൈവത്തിന്റെ സാരാംശങ്ങൾ ആ നിലയിൽ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഹോശേയ പറയുന്നത് ശരിയാണ്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന അർത്ഥവ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. ദൈവം മനുഷ്യനല്ല, മനുഷ്യൻ ദൈവമല്ല. ദൈവത്തിന് യാതൊന്നും അസാധ്യമായിട്ടില്ല എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് മനുഷ്യനാകാൻ സാധിക്കും. അതാണല്ലോ കർത്താവായ യേശു ക്രിസ്തു നാം കാണുന്നത്. ദൈവത്തിന്റെ മനുഷ്യരൂപമാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ പഴയ നിയമമൊക്കെ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ദൂതന്റെ പ്രത്യക്ഷത എന്നൊരു പ്രത്യേക പ്രഹേളിക നാം കാണുന്നുണ്ട്. ദൈവദൂതൻ, ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രീ ഇൻകാർണേറ്റ് അപ്പിയറൻസ് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ്. യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പ് ദൂതന്റെ വേഷത്തിൽ പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷതകളാണ് നമുക്ക് ആ നിലയിൽ ദി ഏഞ്ചലിക് അപ്പിയറൻസിൽ കൂടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവത്തിന് ദൂതൻ എന്ന രൂപത്തിൽ പ്രത്യക്ഷമാകാൻ സാധിക്കും. അതുപോലെ തന്നെ ദൈവത്തിന് മനുഷ്യനായി പ്രത്യക്ഷപ്പെടാനും സാധിക്കും. അതാണല്ലോ യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ അത് 100% ശരിയാ. ദൈവത്തിന് ഒരിക്കലും മനുഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യൻ ദൈവവും ആയിരിക്കുകയില്ല. എന്നാൽ ദൈവത്തിന് സകലതും സാധ്യമായതുകൊണ്ട് ദൈവത്തിന് മനുഷ്യാവതാരം എടുക്കാനോ ദൈവത്തിന് ദൂതന്റെ അവതാരം എടുക്കാനോ ദൈവത്തിന് ഏത് നിലയിൽ പ്രത്യക്ഷമാകാനോ സാധിക്കും എന്നാണ് നമ്മൾ വിശുദ്ധ തിരുവഴുത്തിൽ കൂടി വായിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഇരമ്യാവ് 32:17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന് ജഡത്തിൽ വെളിപ്പെടുവാൻ കഴിയുന്ന ദൈവമാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് അല്ലെങ്കിൽ ദൈവത്തിന് ജഡത്തിൽ വെളിപ്പെടുവാൻ കഴിയുന്ന ദൈവമാണ്. ഇതാണ് നമ്മുടെ വിഷയം. അപ്പൊ ദൈവം ജഡത്തിൽ വെളിപ്പെടുത്തുകൊണ്ട് അവൻ ദൈവമല്ല എന്ന് വരുന്നില്ല. മനുഷ്യൻ ദൈവമാണ് എന്ന് യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിലൂടെ പറയുന്നതുകൊണ്ടും അത് വേദവിപരീതമായി വരുന്നില്ല. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്: If ever in the history of mankind God became man and man became God, that was Jesus Christ. മാനവചരിത്രത്തിൽ എപ്പോഴെങ്കിലും ദൈവം മനുഷ്യനായിരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മനുഷ്യൻ ദൈവമായിരുന്നിട്ടുണ്ടോ അത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. സർവശക്തനായ ദൈവം മനുഷ്യവേഷം കൊണ്ട് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യാവതാരം ചെയ്തു. അതുകൊണ്ട് അവിടുന്ന് ദൈവമല്ല എന്ന് വരുന്നില്ല. കാരണം വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാര നിമിത്തം ക്രിസ്തു ദൈവമല്ല എന്ന് സ്ഥാപിക്കാൻ
ഈ പറയപ്പെട്ട വാക്യങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാണിക്കട്ടെ.